ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീംസ് വിത്ത് മീ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദാ എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ. രാവിലെ തന്നെ ദാ ഫുഡ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, എപ്പോഴും എടുക്കുന്നതാണല്ലോ. അപ്പോൾ പുട്ടും പരിപ്പ് കറിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ആലിമിന് എന്ന് ഫുഡ് കഴിക്കുകയാണെങ്കിലും ഇതാ മുൻപിൽ ഇതേപോലെ ഗ്ലാസ്സിൽ വെള്ളം വെച്ച് കൊടുക്കണം കേട്ടോ, എങ്കിൽ മാത്രമേ അവൻ കഴിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കഴിച്ച് തുടങ്ങുമ്പോൾ തന്നെ അപ്പം തന്നെ വെള്ളം എടുക്കാൻ വേണ്ടി ഓടേണ്ടി വരും. ആൾക്ക് വെള്ളം മസ്റ്റാണ് ഫുഡ് കഴിക്കുമ്പോൾ. അപ്പോൾ ആഹിലിതാ കഴിക്കാനായിട്ട് വന്നിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് ജോലികളുണ്ട്. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. തുടക്കലൊന്നും അല്ല കേട്ടോ, ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നാണ് കേട്ടോ തുടക്കാൻ പോകുന്നത്. അപ്പോൾ ആഹില് മുന്നേ ഇതേപോലെ എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് അതൊന്ന് ബ്രേക്കായി പോയി. ഒരു 6 വയസ്സിന് ശേഷം പിന്നെ അങ്ങനെ കാര്യമായിട്ട് അവനെ കൊണ്ടൊന്നും ജോലിയൊന്നും അങ്ങനെ ചെയ്യിപ്പിക്കാറുണ്ടായില്ല. പിന്നെ അത്യാവശ്യം ചെയ്യുന്നത് വെള്ളം തിളപ്പിക്കുക, കുപ്പിയിലൊക്കെ വെള്ളം നിറച്ച് വെക്കുക, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പം ഞാനിന്നിപ്പോൾ അവനെ കൊണ്ട് താഴെ മൊത്തം അടിച്ച് ക്ലീൻ ആക്കിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ആദ്യം തന്നെ മേളിലാണ് നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ പോണത്. അപ്പം ആദ്യം തന്നെ ആഹിലിൻ്റെ റൂമിലേക്ക് തന്നെയാണ് കയറിയേക്കുന്നത്. നമ്മളെപ്പോഴും തുടക്കുമ്പോൾ സ്ഥിരം ചെയ്യുന്ന നമ്മൾ ആ ഒരു സ്ഥിരം എപ്പോഴും തുടങ്ങുന്ന ഒരു റൂമിൽ നിന്നായിരിക്കുമല്ലോ. അപ്പം ഞാൻ എപ്പോഴും തുടങ്ങുന്നത് ഈ ആഹിലിൻ്റെ റൂമിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മര്യാദക്ക് ആദ്യം ഒന്ന് വിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആഹിൽ കിടക്കുന്ന സമയത്ത് നല്ല ക്ലീൻ ആക്കി വിരിച്ചിട്ടിട്ടായിരിക്കും കേട്ടോ കിടക്കുന്നത്. പക്ഷെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതൊക്കെ പല വഴിക്കായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആൾ മര്യാദക്ക് ഒന്നും എടുത്ത് വെക്കില്ല കേട്ടോ. പിന്നെ ഈ വൈകുന്നേരം കിടക്കുന്ന സമയത്താണ് ആൾ പിന്നെ അത് മര്യാദക്ക് ഇടുള്ളൂ. അപ്പോൾ ബെഡൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ബ്ലാങ്കറ്റൊക്കെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. ആഹിലിന് ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും ബ്ലാങ്കറ്റും മസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തതിന് ശേഷം ഞാൻ ഈ റൂമാണ് ആയതിനെ തുടക്കാൻ പോകുന്നത് കേട്ടോ. നല്ല പൊടിയുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ദിവസമായി തുടച്ചിട്ട്, അത്യാവശ്യം വീട്ടിലല്ലാണ്ട് പണികൾ നടക്കുന്നത് കൊണ്ടിട്ട് തുടക്കൽ ഇല്ലായിരുന്നു കേട്ടോ. നമ്മൾ ജസ്റ്റ് അടിച്ചു പോകലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വേഗം ഇവിടെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ഇതേപോലെയുള്ള ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസാണ് എപ്പോഴും ഷെയർ ചെയ്യാറ്. അപ്പോൾ ബാൽക്കണിയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ബാൽക്കണിയുടെ മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ബാൽക്കണി നമ്മളൊന്ന് മേക്ക് ഓവർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാം നല്ല പെയിൻ്റൊക്കെ അടിച്ചേക്കണമെന്ന് നല്ല വൃത്തിക്ക് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. മഴക്കാലത്തിന് മുന്നേ ഞങ്ങൾ ചെയ്തതാണ്. അപ്പോൾ ഇവിടെയും ഒന്ന് ഓടിച്ചിട്ട് തുടയ്ക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കാര്യമായിട്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വെച്ചിരിക്കുന്ന സ്റ്റാൻഡൊക്കെ ഞാൻ ഓൺലൈൻ വാങ്ങിച്ചാണ് മുന്നേ. പക്ഷെ നമ്മളതൊന്ന് പെയിൻ്റ് അടിക്കുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ തുരുമ്പായിട്ട് പൊടിഞ്ഞു വരുമല്ലോ, ആ ഒരു സ്റ്റേജ് ആയിരുന്നു. നമ്മളിപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദാ ബാൽക്കണി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാൽക്കണി പെയിൻ്റ് അടിച്ച കൂട്ടത്തിൽ നമ്മളുടെ ആ ഒരു ആടുന്ന ആ ഒരു കസേര ഉണ്ടല്ലോ, അത് ആഹിലിന് വാങ്ങിച്ചാണ് കേട്ടോ. ആഹിലിന് 4 വയസ്സുള്ളപ്പോൾ വാങ്ങിച്ചാണ്. എന്തായാലും പറയാം ചൂരൽ കസേര എന്ന് തന്നെയല്ലേ. അപ്പം അത്യാവശ്യം നമ്മളിരുന്നാൽ പോലും ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ലോണം വെയിറ്റൊക്കെ ആണെങ്കിൽ പോലും പ്രശ്നമൊന്നുമില്ല. അപ്പം ആഹിലിന് 4 വയസ്സുള്ളപ്പോൾ വാങ്ങിച്ചാണേ. അപ്പം ഞാനപ്പോൾ വീട് പണി കഴിഞ്ഞപ്പോൾ തന്നെ ഇതിങ്ങനെ ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്തു. അപ്പം അതിന് വൈറ്റ് കളറിലെ പെയിൻ്റാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു ചങ്ങലയിലാണ് കേട്ടോ അത് ഇട്ടേക്കുന്നത്. ചങ്ങലയ്ക്കും വൈറ്റ് കളറിലെ പെയിൻറ് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ മേളില് തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് വാഷ് ചെയ്യാനുണ്ടായിട്ടോ, അതും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ലായിരുന്നു കേട്ടോ. അപ്പം ഇനിയിപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പം ഞാനോർത്തിനിപ്പോൾ താഴെ നാളെ തുടക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാം കൂടി നമുക്ക് പറ്റില്ല, കാരണം ഇത് മാത്രമല്ലല്ലോ, വേറെയും കുറച്ച് ജോലികൾ എനിക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടിട്ട് മേളിൽ മാത്രം ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ താഴത്തേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഉച്ചക്കത്തേക്കുള്ള കറിയാണ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ചോറ് വെച്ചിട്ടുണ്ട്, പുറത്ത് പരിപ്പ് കറി രാവിലത്തെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ അയില ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ചെറിയ അയിലയാണ്. അപ്പോൾ ഞാനോർത്ത് അതൊന്നാ വറുക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ അത് കൂട്ടി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മസാല ഒന്ന് പുരട്ടി വെക്കാം കേട്ടോ. പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാമല്ലോ. എന്നിട്ട് നമ്മൾ കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ എടുത്തിട്ട് വറുത്താൽ മതിയല്ലോ. അപ്പം ഞാൻ മസാലപ്പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഫിഷ് മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രമാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ചില സമയത്ത് നമ്മൾ വെളുത്തുള്ളി ചതച്ചിട്ട് അതും ചേർക്കാറുണ്ട്. ഇന്നിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പം എല്ലാത്തിലേക്കും മസാലയൊക്കെ ഒന്ന് പുരട്ടി വെക്കുകയാണ്. എന്നിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മീനൊക്കെ വറുത്ത് കഴിഞ്ഞായിരുന്നേ. ഞങ്ങളപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കുകയാണേ.
ഉച്ചയ്ക്കത്തെ ഫുഡ് പരിപ്പ് പുളിങ്കറി ഉണ്ട് കേട്ടോ. പുളിങ്കറി ഉള്ളതൊരു ആശ്വാസമാണ്. എനിക്കിഷ്ടമാണ് കേട്ടോ പുളിങ്കറി. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ. അപ്പോൾ ആലിമിന് വാരി കൊടുക്കാം കേട്ടോ. ആലിമിന് അങ്ങനെ എരിവുള്ള കറികളൊന്നും അങ്ങനെ കൊടുക്കാറില്ല. അവരങ്ങനെ കഴിക്കുകയുമില്ല കേട്ടോ. ഈ പരിപ്പാണെങ്കിൽ തന്നെ തീരെ കുറച്ച് മാത്രം, ആ ഒരു ചോറിൻ്റെ കളർ മാറാൻ വേണ്ടി മാത്രം കൊടുക്കുള്ളൂ. മെയിനായിട്ട് മീൻ്റെ പീസസ് ഇട്ടിട്ട് നമ്മളൊന്ന് കുഴച്ചിട്ട് അങ്ങനെയാണ് കൊടുക്കാറ്. അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ മുട്ട വറുത്താണെങ്കിൽ അതങ്ങനെ കുഴച്ചിട്ട് അങ്ങനെ കഴിക്കോട്ടെ. ചാറ് അങ്ങനെ നിർബന്ധമൊന്നുമില്ല ആൾക്ക്. പിന്നെ ഇപ്പം മൊബൈൽ കളിയൊക്കെ കുറച്ച് കൂടുതലാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ നാളെ തുടങ്ങി അംഗൻവാടിയിൽ വിടണം എന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ അംഗൻവാടിയിൽ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് കുറഞ്ഞോളും. ഫോണിൻ്റെ കാര്യമൊക്കെ മറന്നു പോകട്ടോ. ഇപ്പോൾ ചോറൊക്കെ കഴിപ്പിച്ചെടുക്കണമെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരെ മൊബൈലില്ലാണ്ട് ഒരു രക്ഷയില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരുപാട് ചെടികളൊക്കെ നനക്കാനുണ്ടായിരുന്നു കേട്ടോ. മേളിൽ ചെടിയൊക്കെ അത്യാവശ്യം വാടി നിൽക്കുമായിരുന്നു. ആ ജോലികളൊക്കെയാണ് ഉച്ചയ്ക്ക് ശേഷം ഞാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം ചായയൊക്കെ കുടിച്ചു. വൈകുന്നേരം ഒന്നും പറയാൻ പറ്റട്ടെ, ഇന്ന് അത്യാവശ്യം ലേറ്റായി ഞാൻ ചായ കുടിച്ചപ്പോൾ. ഒരു 7 മണിയൊക്കെ ആയിട്ടോ വൈകുന്നേരത്തെ ചായ കുടിച്ചപ്പോൾ. എങ്കിലും ചായ കുടിക്കാണ്ടിരിക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു അസ്വസ്ഥതയാണ്. അപ്പോൾ അതാ രാത്രിയിലത്തെ ഫുഡാണ്. പുട്ടും പരിപ്പ് കറിയും തന്നെയാണ്. പുട്ടിപ്പ് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ മുട്ടയും കൂടി ബുൾസയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് സവാളയൊക്കെ ചേർത്ത് കുറച്ചധികം തന്നെ എരിവൊക്കെ ചേർത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെടികളൊക്കെ വാടി നിൽക്കുകയാണ് കേട്ടോ. നമ്മളുടെ വർക്ക് ഏരിയയില കുറച്ച് പണിയുടെ പുറകെയൊക്കെ ആയതുകൊണ്ട് ചെടികൾ എനിക്ക് കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ചെടികളൊക്കെ ഒന്നെടുത്തൊന്നും നനച്ച് വെക്കാണ്ട് ഞാൻ ഇതേപോലെ സിങ്കിൽ തന്നെ നനച്ചിട്ട് അങ്ങനെ തന്നെ ഇറക്കി വെക്കോട്ടെ. അപ്പോൾ സിങ്കിൽ വെള്ളം ഊർന്ന് അങ്ങനെ പൊയ്ക്കോളുമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം അതാത് പ്ലേസിലെടുത്ത് വെക്കോട്ടെ. അങ്ങനെയാണ് ഞാൻ ചെടി നനക്കാറ് ഇതേപോലെ വർക്ക് ഏരിയയില. അപ്പോൾ അത്യാവശ്യം വെള്ളം കിട്ടുമല്ലോ. അപ്പോൾ 2 ദിവസം നനച്ചില്ലെങ്കിലും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇതാ 2 ദിവസം നനക്കാണ്ടായപ്പോഴേക്കും ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ. ആ ചെടിയുടെ ഇലകളൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തതിനാൽ നന്നായിട്ട് വരും. പിന്നെ ഇതാ ഗ്രില്ലിൻ്റെ അവിടെ വെച്ചിരിക്കുന്ന മണി പ്ലാന്റ് അതൊക്കെ വാടി കേട്ടോ. കാണുമ്പോൾ സങ്കടം ആവട്ടെ, ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ. നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ, അവർക്ക് കൊടുക്കാൻ പറ്റണില്ല എന്നൊരു ചിന്ത വരും. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു സ്ലാബൊക്കെ ഒന്ന് തുടക്കാം കേട്ടോ. ഞാൻ ഇതേപോലെ ഈ ലിക്വിഡ് ഇട്ടിട്ടാണ് തുടക്കാറ്. മൊത്തം തുടക്കാം കേട്ടോ. രാത്രി കിടക്കുന്നതിന് മുന്നേ ഇവിടെ അങ്ങനെ തുടക്കാറുണ്ട്. പിന്നെ ഒട്ടും വയ്യാത്തൊരു കണ്ടീഷനാണെങ്കിൽ മാത്രം ഞാൻ ഇതൊക്കെ സ്കിപ്പ് ചെയ്യാറുള്ളൂ കേട്ടോ. നമ്മളെവിടെയെങ്കിലും പോയി ലേറ്റ് ആയിട്ട് വരിക അങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ തുടക്കാറില്ല. ക്ലീൻ ആയിരിക്കും കേട്ടോ. പക്ഷെ അല്ലാത്ത സമയങ്ങളിൽ ഇതേപോലെ കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ടേ കിടക്കാറുള്ളൂ. അപ്പോൾ ഇത്ര ഉള്ളോടെ ഇന്നത്തെ എൻ്റെ വീഡിയോ. എൻ്റെ കുറച്ച് വിശേഷങ്ങളായിരുന്നു ഇന്നത്തെ ആ ഒരു ദിവസത്തെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.